നമസ്കാരം. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സർവേ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്ന സർവേ വരാനിരിക്കുന്ന ഒരു 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സർവേ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഈ സർവേ എടുക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് പ്രത്യേക ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംസ്ഥാനതല മുഖ്യമന്ത്രിമാർ ആരാണ് എന്നുള്ളത് സ്വന്തം അഭിപ്രായം എടുത്തു പറയാനുള്ള അവകാശമുണ്ടല്ലോ. ആ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയെ രാജ്യത്തെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് തന്നെയാണ്. അദ്ദേഹം ഇപ്പൊ 2 വട്ടമായിട്ട് 2 ടേമായിട്ടോടെ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷമൊക്കെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തിയത് അത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് കെജ്രിവാളാണ്. ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും ഇതുപോലെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. മൂന്നാമത്തേത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ബംഗാൾ ഒരു യുവ ഡോക്ടർ വലിയ തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട സമയമൊക്കെയാണ്. അപ്പൊ ഈ സമയത്തൊക്കെ വലിയ തരത്തിൽ ബംഗാളിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്തല്ല, ഇതിന് തൊട്ട് മുന്നത്തെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സമയം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി 3-ാം സ്ഥാനത്ത് പോലും എത്താതെ പുറകിലേക്ക്, വളരെയധികം പുറകിലേക്ക് പോയതിന് 4-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് BJPക്ക് കേന്ദ്രത്തിൽ അധികാരം ലഭിക്കാൻ സാഹചര്യമൊരുങ്ങിയ ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു ആണ്. അദ്ദേഹമാണ് 4-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പൊ ഇങ്ങനെ ഒരു നീണ്ട നിരയാണ് ഈ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കേണ്ടത് ദക്ഷിണേന്ത്യയിൽ നിന്ന് മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഇതുപോലെ ഈ ഒരു 5 പേരുടെ പ്രധാനപ്പെട്ട 1 മുതൽ 5 പേര് എന്നുള്ള ലിസ്റ്റിലേക്ക്, മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ എത്തിയിരിക്കുന്നു. അത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനാണ്. സ്റ്റാലിനെ സംബന്ധിച്ച് ഇത് ജനപ്രീതി അളക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ DMK ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു, ഇന്ത്യ സഖ്യം മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിക്ക് വലിയ ജനപ്രീതി ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത്. തമിഴ്നാടിന് പുറത്തുമെടുത്ത് നോക്കുന്ന സമയത്തും ഈ പറയുന്ന സ്റ്റാലിന് വലിയ പിന്തുണയുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയതെന്ന് നോക്കുമ്പോഴാണ് UPയുടെ ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിക്കണം. ഉത്തർപ്രദേശ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. 24 മുതൽ 25 കോടി വരെ ജനങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ 80 പാർലമെന്റ് സീറ്റുകൾ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ, 404 നിയമസഭാ സീറ്റുകൾ പോലുമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഉത്തർപ്രദേശിന്റെ ഒരു വലിയ ഒരു സംഭവമാണ് UPയുടെ മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇത് ചെറിയൊരു സംഭവമല്ല. മറ്റു രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനം കൂടി. അപ്പോൾ UPയെ സംബന്ധിച്ച് UPയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 7 വർഷം കൊണ്ടൊക്കെ ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJP 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയം മുതൽക്ക് തന്നെ നിരവധി പദ്ധതികൾ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. അത് 2019 അധികാരത്തിലെത്തിയപ്പോൾ സാധിച്ചു. പക്ഷേ രാമക്ഷേത്രം അടക്കമുള്ള വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്തവണ BJPക്ക് അവിടെ സീറ്റുകൾ കുറഞ്ഞു. 36 സീറ്റിലേക്ക് BJP ചുരുങ്ങിയിരിക്കുന്നു. 2014 72 സീറ്റുകളാണ് ലഭിച്ചത്. അത് 68 ആയിട്ട് 2019 കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങി. പിന്നെ അത് വലിയ രീതിയിൽ 36ലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും
നിയമസഭയുടെ അവസ്ഥ നോക്കുമ്പോൾ UP ആകെ മാറുകയാണ്. അവിടെ യോഗിക്കാണ് ഏറ്റവും വലിയ മേൽക്കൈ. യോഗി തന്നെയാണ് ഉത്തർപ്രദേശിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് തർക്കമില്ല. എന്തുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുക്കപ്പെടുന്നു രാജ്യത്തെ 1ാം സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ ഗുണ്ടകളുടെ കേന്ദ്രമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന UP. ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നാണ് അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു 1000 കോടി രൂപയുടെ ആസ്തിയുള്ള ക്രിമിനൽ വെടിയേറ്റ് മരിക്കുന്ന, അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സമയത്ത്. അത് അജ്ഞാതരൊന്നല്ല, അവരെ പിടിച്ചു പിന്നെ ഈ പോലീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെടിവെച്ചു കൊന്നത്. അപ്പോൾ ഈ അത്തീഖ് അഹമ്മദിനെ പോലെയുള്ള ഗുണ്ട നേതാക്കന്മാര് 100 കണക്കിന് കൊലപാതകങ്ങളിൽ പ്രതിയാണ്. അപ്പോൾ ഇതുപോലെ പ്രതികൾ, ഭാര്യ പ്രതി, മകൻ പ്രതി, ഭർത്താവ് പ്രതി, കുടുംബക്കാർ പ്രതി, അനുയായികൾ പ്രതി, ഇവരൊക്കെല്ലാം കൊലക്കേസുകൾ പ്രതികളായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇല്ലായ്മ ചെയ്യാനും അടിച്ചമർത്താനും വേണ്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള കടന്നാക്രമണം, നിരവധി പീഡനങ്ങൾ UPയുടെ മണ്ണിൽ നടന്നു. ഇതിനൊക്കെ വലിയ രീതിയിലൊരു കുറവ് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ സംഭവിച്ചിരിക്കുന്നു. ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നതിലും സ്ത്രീകളുടെ സുരക്ഷ കൃത്യമാക്കുന്നതിലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ, ഇതെല്ലാമാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടുള്ള താല്പര്യം. ഇത് മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് മമതാ ബാനർജിയെ പോലെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഇതൊക്കെ നോക്കി കാണേണ്ടതാണ്. ഒരു തരത്തിലും സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ മമതാ ബാനർജിയെ പോലുള്ള ആളുകൾ. അവരുടെ അനുയായികൾ എന്ത് തെറ്റുകൾ ചെയ്താലും അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി. അപ്പോ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 1 മുതൽ 5 വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കണക്ക് നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥ് ഇവരെക്കാൾ വലിയ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, ഒരുപാട് ശതമാനങ്ങൾക്ക് അപ്പുറത്തേക്കാണ് യോഗി ആദിത്യനാഥ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിത്രം തന്നെയാണ് ഇന്ത്യ ടുഡേ പുറത്തുവിടുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് മാനായിട്ടുള്ള യൂസഫ് അലി പോലും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പുതിയ ലക്നൌവിലാണെങ്കിലും ഓരോരോ പ്രദേശങ്ങളിലാണെങ്കിലും UPയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മാളുകൾ തുടങ്ങുകയാണ്. ഈ മാളുകൾ തുടങ്ങി അദ്ദേഹം UPയുടെ മണ്ണിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. നിരവധി സംരംഭങ്ങൾക്ക് ഒഴുകിയെത്താനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരും UP സർക്കാരും കൂടിയിട്ട് UPയുടെ മൊത്തത്തിലുള്ള നിലയെ മാറ്റിമറിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് പുതിയൊരു സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്ന് ഈ യൂസഫ് അലി തന്നെ പറയുകയാണ്. അപ്പോൾ യൂസഫ് അലിയുടെ മാളുകളിൽ വിൽപ്പനക്ക് എത്തുന്ന 60% വസ്തുക്കളും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെ ആകണമെന്ന് നിർബന്ധം കൂടി ഈ പറയുന്ന UP സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കരാറിലുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിൽ അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി നമ്മൾക്ക് ഈ ഒരു ബിസിനസ് സംവിധാനങ്ങളുടെയൊക്കെ ഉയർച്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിൽ ഗുണകരമാകുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ UP മുഖ്യമന്ത്രിയും അടക്കമുള്ള അവിടുത്തെ എല്ലാ BJPയുമായി ബന്ധപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഇന്ത്യ ടുഡേക്ക് സാധിച്ചതെന്നുള്ള ഒരു വിഷയം അത് അവർ തന്നെ പുറത്തുവിടുകയാണ്. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.